നമസ്കാരം. തെക്കുവടക്കിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് കേരളത്തിലെ മീഡിയ അപജയങ്ങളെ കുറിച്ചാണ്. അത് ശ്രീ കെ എം എബ്രഹാം മുൻ ചീഫ് സെക്രട്ടറിയുടെ കാര്യത്തിലാണെങ്കിലും, അതുപോലെ വേടൻ എന്ന ഗായകന്റെ കാര്യത്തിലാണെങ്കിലും, ആശാ വർക്കറുടെ കാര്യത്തിലാണെങ്കിലും, അതുപോലെ തന്നെ മെയ് 2 ഉദ്ഘാടനം നടക്കുന്ന വിഴിഞ്ഞം പോർട്ടിന്റെ കാര്യത്തിലാണെങ്കിലും കേരളത്തിന്റെ മീഡിയ എനിക്ക് തോന്നുന്നത് വളരെ യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് വളരെ ദൂരെയാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അത് ഡൽഹിയിൽ നിന്ന് നോക്കുന്നതിന്റെ പ്രശ്നമായിരിക്കും. അതും ഞാൻ 80s മീഡിയ, അന്നത്തെ ഏറ്റവും നല്ല അല്ലെങ്കിൽ ഓൾ ഇന്ത്യ ബേസിൽ മീഡിയ ട്രെയിനിങ് നടത്തുന്ന ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാസ് കമ്മ്യൂണിക്കേഷനിൽ ഒരു വർഷം മീഡിയയെ പറ്റി പഠിക്കുകയും എൻ്റെ കൂടെ ആഫ്രിക്കയിൽ നിന്ന് വന്ന മിഡിൽ ലെവൽ മീഡിയ പേഴ്സൺസ് ഞങ്ങളെ പേഴ്സണലി ട്രെയിൻ ചെയ്യുകയും ഡൽഹിയിലെ എല്ലാ മിക്ക മുതിർന്ന മാധ്യമപ്രവർത്തനോട് വരികയും വിജയൻ ഉൾപ്പെടെ ഉള്ള എല്ലാവരും, മാധവൻകുട്ടി, ടി വി അർച്ചനായി ഒക്കെ ഉള്ളൊരു സംഘമാണ് എൻ്റെ മീഡിയ പ്രവർത്തനത്തിന് തുടക്കമായത്. അതുകൊണ്ട് തന്നെ ആയിരിക്കണം എനിക്ക് അങ്ങനെ തോന്നുന്നത്. കാര്യം എന്ന് വെച്ചാൽ ഞങ്ങളെ ഒക്കെ പഠിപ്പിച്ചിരുന്നത് മീഡിയ എന്ന് പറഞ്ഞാൽ വസ്തുതകളെ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു മീഡിയമാണ്. ആ വസ്തുതകൾ ഞങ്ങൾ പഠിപ്പിച്ചിരുന്ന പലരും പറയാറുണ്ടായിരുന്നു, ആ വസ്തുതകൾ പക്ക ആയിരിക്കണം. ആ വസ്തുതകൾ കോർട്ടിൽ നിങ്ങൾ ബേസ് ചെയ്യുന്ന ഡോക്യുമെന്റ് കൊടുത്തു കഴിഞ്ഞാൽ കോർട്ടിൽ നിലനിൽക്കുന്നതായിരിക്കണം ആ വസ്തുതകൾ. ഞാനത് പറയാൻ കാരണം, ഇന്നലെ ഒരു ന്യൂസ് പെട്ടെന്ന് വന്നു സുപ്രീം കോടതിയിൽ നിന്ന്. കെ എം എബ്രഹാമിനെ കുറിച്ച് ഉള്ള CBI കേസ് പോലും അത് പെൻഡിങ്ങിൽ വെക്കാൻ, അല്ലെങ്കിൽ അതിന് വേണ്ട പെർമിഷൻ സർക്കാരിൽ നിന്ന് എടുത്തിട്ടില്ലാത്തതുകൊണ്ട് മാറ്റിവെക്കണം എന്ന് സുപ്രീം കോടതി പറയുകയുണ്ടായി. ഞാനിത് പറയാൻ കാരണം, കെ എം എബ്രഹാമിന്റെ അഴിമതിയോ അല്ലെ അഴിമതി ഇല്ലായ്മയോ അല്ല എൻ്റെ വിഷയം. എന്നെ സംബന്ധിച്ചോളം ഏഷ്യാനെറ്റ് പോലെ ഒരു ന്യൂസ് ചാനൽ 3-4 എപ്പിസോഡ് അന്തിച്ചർച്ച നടത്തി അദ്ദേഹത്തെ, കെ എം എബ്രഹാമിനെ ക്രൂശിച്ചു. അത് അവരുടെ പോളിസി ആയിരിക്കാം, അല്ലെങ്കിൽ അവരുടെ സ്വാതന്ത്ര്യമാണ് എന്നൊക്കെ പറയാം. പക്ഷേ അവരുടെ ഫാക്ട്സ്, ബേസിക് ഫാക്ട്സ് തെറ്റിപ്പോയി എന്നാണ് സുപ്രീം കോടതി പറയുന്നത്. സുപ്രീം കോടതിയിൽ അത് മാത്രമല്ല, അവരുടെ കൂടെ എപ്പോഴും സുപ്രീം കോടതി അഭിഭാഷകൻ സ്ഥിരം കമന്റേറ്ററായിട്ട് നിൽക്കാറുണ്ട്. അവർക്കൊന്നും തോന്നിയില്ലേ ഇതൊരു ബേസിക് സംഗതിയാണ്? ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ, ചീഫ് സെക്രട്ടറി, മുൻ ചീഫ് സെക്രട്ടറി പോലുള്ള ഒരാളുടെ എതിരെ കേസ് നടത്തുമ്പോൾ അതിന് സർക്കാരിൽ നിന്നും ഒഫീഷ്യൽ പെർമിഷൻ മേടിച്ചിരിക്കണം. അതാണ് ഇന്ത്യയിലെ റൂൾ. ഇല്ലെങ്കിൽ ആർക്കും, എല്ലാ സീനിയർ ഓഫീസറിനെയും എപ്പോൾ വേണേലും കോടതി കയറ്റാമല്ലോ. അപ്പൊ ഇത് കാണിക്കുന്നത് ആ ക്യാമ്പയിൻ നടത്തിയവർക്ക് ജേർണലിസത്തിന്റെയോ അല്ലെങ്കിൽ നിയമവ്യവസ്ഥയുടെ ബാലപാഠങ്ങൾ അറിഞ്ഞുകൂടാ എന്നുള്ള വസ്തുതയാണ്. അതുപോലെ തന്നെയാണ് ആശാ വർക്കേഴ്സിന്റെ സമരം. ഇന്ന് ഞാൻ കേട്ടു, മെയ് ദിനത്തിൽ തൃശ്ശൂരിലെ വലിയ സമ്മേളനം നടന്നു. ആശാ വർക്കറുടെ കാര്യത്തിൽ എൻ്റെ ഒരു സുഹൃത്തായ ഹെൽത്ത് NGO നടത്തുന്ന മിസ്റ്റർ ജോൺ ഈയിടെ ഒരു ആർട്ടിക്കിൾ എനിക്ക് അയച്ചു തന്നു, കേരളത്തിൽ ആശാ വർക്കേഴ്സ് സമരത്തിനെ കുറിച്ച്. അത് ഒരു തൊഴിലാളികൾ എന്ന നിലയിൽ നമ്മൾ അവരുമായിട്ട് സഹതാപം ഉള്ളവരായിരിക്കണം. അവർക്ക് ബേസിക് മിനിമം, അതായത് കേരളത്തിൽ ഒരു ദിവസം പണിയെടുത്താൽ കൂലി തൊഴിലാളിക്ക് പോലും 1000 രൂപ കിട്ടും, 1000 മുതൽ 1500 രൂപ വരെ. അതുകൊണ്ടാണ് ബീഹാറികളും ബംഗാളികളും അവിടെ വന്ന് ചെയ്യുന്നത്. അതുപോലും കൊടുക്കാതെ സർക്കാർ അവരെ ജോലിക്ക് വിട്ടിരിക്കുകയാണ്. അത് ശരിയല്ല. പക്ഷെ ഈ ആശാ വർക്കർ എന്ന് പറയുന്ന തസ്തികയും എന്ന് പറയുന്ന പ്രസ്ഥാനവും കേരളത്തിന് ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ കേരളത്തിന് വേണ്ടി ആയിരുന്നോ എന്നുള്ളൊരു ചോദ്യം ഉണ്ട്. അത് കേരളത്തിലെ ഒരു മീഡിയയും ഒരു പബ്ലിക് ഇന്റലക്ച്വലും ചോദിക്കുന്നില്ല എന്നുള്ളതാണ്. ജോൺ തന്റെ ആർട്ടിക്കിൾ, അദ്ദേഹം ഈ രംഗത്ത് മുഴുവനും അറിയുള്ള ആളാണ്. അദ്ദേഹം പറയുന്നത് ആശാ വർക്കർ UPA
വൺ സമയത്ത് മൻമോഹൻ സിംഗിന്റെ സർക്കാർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഇത് ഒരു ഡിസ്ട്രിക്റ്റിലോ താലൂക്കിലോ ഒരു ഹോസ്പിറ്റൽ പോലും ഇല്ലാതെ പബ്ലിക് ഹെൽത്ത് ഇൻഫ്രാസ്ട്രക്ചർ ഇല്ലാത്ത സ്ഥലങ്ങൾക്ക് വേണ്ടിയായിരുന്നു. അങ്ങനെയുള്ള സ്റ്റേറ്റുകളെ തിരഞ്ഞുപിടിച്ച് അവിടെ എന്തെങ്കിലും ഒരു നെറ്റ്വർക്ക്, അവിടെ എന്താണ് നടക്കുന്ന ആരോഗ്യരംഗത്ത് എന്നറിയാൻ വേണ്ടി അല്ലെങ്കിൽ അവരെ സഹായിക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ഒരു പദ്ധതിയാണ്. കേരളത്തിന്റെ ആദ്യത്തെ ഒരു 10 സംസ്ഥാനങ്ങൾ ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ കേരളത്തിന്റെ പേരേ ഇല്ല. കേരളത്തിൽ വരാൻ കാരണം കോവിഡാണ്. കോവിഡ് ഒരു പ്രത്യേക സാഹചര്യമായിരുന്നു. ശരിയാണ്, ആശാ വർക്കറെ പോലെയുള്ളവര് നല്ലതാണ്. പക്ഷെ കേരളത്തെ സംബന്ധിച്ചോളം എന്തായിരുന്നു കോവിഡിന്റെ മാനേജ്മെന്റിലെ വിജയം? കേരളത്തിലെ എല്ലാ പഞ്ചായത്തിലും ഒരു ഡിസ്പെൻസറി ഉണ്ട് സർക്കാർ. പിന്നെ എല്ലാ 5 കിലോമീറ്റർ 10 കിലോമീറ്റർ ഒരു ഹോസ്പിറ്റൽ, പ്രൈവറ്റ് ഹോസ്പിറ്റൽ ഉണ്ട്. എല്ലാ താലൂക്കുകളിലും സർക്കാർ ഹോസ്പിറ്റൽസ് ഉണ്ട്. അതുകൊണ്ട് ആശാ വർക്കർമാർ കോടതിയിൽ പോയി കഴിഞ്ഞാൽ സെൻട്രൽ ഗവൺമെന്റ് പറയാൻ പോകുന്നത് ഇതായിരിക്കും. അതായത് കേരളത്തെ പോലെയുള്ള ഒരു സംസ്ഥാനത്ത് ആശാ വർക്കർമാരുടെ ആവശ്യമില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ അവരുടെ ഡിമാൻഡുകളോ അല്ലെങ്കിൽ അവരുടെ ഇത്തരം നിലവിളികളെ ഞങ്ങൾക്ക് കൂടുതലൊന്നും ചെയ്യാൻ പറ്റാത്തത്. ഞങ്ങളത് നടത്തിക്കൊണ്ടു പോവുകയാണ് കോടതിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോടതിയും നിങ്ങൾക്കൊന്നും ചെയ്തില്ല. കേരളത്തിന്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ എല്ലാവർക്കും സർക്കാർ ജോലി വേണം. 3.5 കോടി ആൾക്കാർക്ക് 50 ലക്ഷം പേരാണ് സർക്കാർ ജീവനക്കാരുള്ളത്. എല്ലാവർക്കും സർക്കാർ ജോലി വേണം. ഇതേ സർക്കാർ ജോലി ഇന്ത്യ നടത്തുന്നത് 140 കോടി ജനസംഖ്യയുള്ള ഇന്ത്യ നടത്താൻ വേണ്ടി സെൻട്രൽ ഗവൺമെന്റ് വെറും 50 ലക്ഷം പേരെ വെച്ചാണ് നടത്തുന്നത്. ഇവിടെയാണ് ഈ പ്രശ്നം. അതായത് കേരളത്തിലെ എല്ലാവർക്കും സർക്കാർ ജോലി കൊടുക്കാൻ ആർക്കും കഴിയില്ല. അതുപോലെ തന്നെയാണ് അത് ഈ പബ്ലിക് ഇന്റലക്ച്വൽസും എഴുത്തുകാരും തൊഴിലാളി പ്രേമികളും ഒക്കെ ഈ റിയാലിറ്റി കാണുന്നില്ല. അതിന് പകരം അവരുമായിട്ട് ശരിയാണ്, അവർക്ക് പൈസ വേണം, അവർക്ക് ജോലിക്ക് കൂലി കിട്ടുന്നില്ല, അതൊക്കെ ശരിയാണ്. പക്ഷെ ഇങ്ങനൊരു പ്രസ്ഥാനം ആവശ്യമുണ്ടോ കേരളത്തിൽ? അവരെ വേറെ എന്തെങ്കിലും കുടുംബശ്രീ പോലുള്ള പ്രസ്ഥാനങ്ങൾക്ക് ഉപയോഗിച്ചുകൂടെ എന്നുള്ള ചോദ്യം ആരും ചോദിക്കത്തില്ല. സർക്കാർ ഇടപെട്ട് കഴിഞ്ഞാൽ അവർക്ക് പെർമനന്റ് ജോലി കൊടുക്കണം, അവർക്ക് PSC എംപ്ലോയ്മെന്റ് കൊടുക്കണം. അത് പിന്നെ നിങ്ങൾ സുഖകരമായി ജോലി ചെയ്താലും ഇല്ലെങ്കിലും സാലറി കിട്ടും. ആരോ പറഞ്ഞ പോലെ കേരളത്തിലെ മിക്ക ആൾക്കാരും എങ്ങനെ പണിയെടുക്കാതെ ശമ്പളം മേടിക്കാം എന്നുള്ള സബ്ജക്റ്റിൽ PhD ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. അതാണ് എനിക്ക് പറയാനുള്ളത്. അതായത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഇല്ലെങ്കിലും ഇതാണ് ഈ വസ്തുത. അതുപോലെ തന്നെയാണ് വിഴിഞ്ഞത്തിന്റെ കാര്യം. വിഴിഞ്ഞത്തിന്റെ ക്രെഡിറ്റ് എടുക്കാൻ വേണ്ടി എല്ലാവരും, അത് എനിക്ക് ഏറ്റവും ചിരി വരുന്നത് വിഴിഞ്ഞം പ്രൊജക്ടിനെ കടൽ കൊള്ള എന്ന് പറഞ്ഞ് ഫുൾ പേജ് ന്യൂസും വ്യൂസും കൊടുത്തിരുന്ന ദേശാഭിമാനി നടത്തിയിരുന്ന പാർട്ടി തന്നെയാണ് ഇപ്പോൾ ഞങ്ങളുടെ വികസന അജണ്ടയുടെ ഏറ്റവും വലിയ നേട്ടമായി ഇത് വിഴിഞ്ഞത്തെ കാണിക്കുന്നത്. അതുപോലെ തന്നെയാണ് BJP ഇത് ആ പദ്ധതി കൊണ്ടുവന്ന് ആരും ഒരു പ്രൈവറ്റ് സെക്ടർ പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പാണ് ഈ പദ്ധതി. അതൊരു കടൽക്കൊള്ള എന്ന് പറയുന്നത് തന്നെ തെറ്റാണ്, അല്ലെങ്കിൽ അതിന് യാതൊരു വസ്തുതാപരമായ ഇതില്ല. അത് ഈ ബഹളങ്ങളൊക്കെ കണ്ടിട്ട് ഒരു പ്രൈവറ്റ് സെക്ടർ ആൾക്കാരും വന്നവരൊക്കെ തിരിച്ചു പോയിരുന്നു. അഡാനിയെ ഒരു തരത്തിലാണ് ഉമ്മൻചാണ്ടി സർക്കാർ അന്ന് പിടിച്ചു കൊണ്ടുവന്ന് ഇടപെട്ട്. അതാണ് എല്ലായിടത്തും പോയിട്ടുണ്ട്. വിഴിഞ്ഞത്ത് മാത്രം അവർക്ക് പ്രശ്നമായിരുന്നു. ഇങ്ങനെയൊക്കെ കേരളത്തിന്റെ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് ആരും അങ്ങോട്ട് പോകാൻ സാധ്യതയില്ല, താല്പര്യപ്പെടാറില്ല. പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ ആൾക്കാർ ആരാണ്? ഇന്ന് ഭരിക്കുന്നവർ. പക്ഷെ ഇന്ന് 9 വർഷത്തിന് ഭരിച്ച ശേഷം അവർ പറയുകയാണ് ഞങ്ങളുടെ നേട്ടമാണ് ഇത്. നമ്മൾക്ക് ചിരിക്കാനോ കരയാനോ കഴിയില്ല. അവർക്ക് മനസ്സ് മാറിയെങ്കിൽ അവരുടെ ഈ വികസനത്തെക്കുറിച്ചുള്ള അജണ്ട അല്ലെങ്കിൽ രാഷ്ട്രീയ വ്യൂസ് മാറിയെങ്കിൽ നല്ലത്, കേരളത്തിന് നല്ലത്, ആ പാർട്ടിക്ക് നല്ലത്. പക്ഷേ ഇങ്ങനെ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ഒപ്പോസിഷന് വേണ്ടി അല്ലെങ്കിൽ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ രാഷ്ട്രീയ ഒപ്പോസിഷന് വേണ്ടി എല്ലാ വികസിത പരിപാടിയെയും തടയുന്നത് പരിപാടി കോൺഗ്രസ് ആണെങ്കിലും
CPM ആണെങ്കിലും മറ്റേത് പാർട്ടിയിലും നിർത്തേണ്ട കാലം കഴിഞ്ഞിരിക്കുന്നു. അതിൽ മീഡിയയ്ക്ക് ഒരു പങ്കുണ്ട്. പക്ഷെ മീഡിയ ഇന്ന് ചെയ്യുന്നത് ദേശവാനി കടൽ കൊള്ളയെ പറ്റി എഴുതിയ പോലെ തന്നെ തിരിച്ച് മെയിൻലാൻഡ് മീഡിയയും ദേശവാനിയെ പോലെ വളരെ വളരെ പാകിസ്ഥാനായിട്ട് പ്രവർത്തിക്കുന്നു എന്നുള്ള ഒരു ദുഃഖ സത്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. മീഡിയ തങ്ങളുടെ ഒറിജിനൽ അജണ്ട, അതായത് വസ്തുതകൾ, ഈ ബഹളങ്ങളുടെ ഇടയിൽ ജനങ്ങൾക്ക് വസ്തുതകൾ കണ്ടുപിടിക്കാൻ സഹായിക്കുന്ന ഒരു മീഡിയമായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.